ഗസ്റ്റ് ഉണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് റിമൂവ് ചെയ്യാം. ശരി ശരി ശരി. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഐ ഡോണ്ട് ലൈക്ക് ബിക്കോസ് എന്താ ഇവിടെ ഉള്ളത്? എന്താണ് ഇവിടെ ഇല്ലാത്തത്? ജോ ഇരുന്നിരുന്ന് വേരറച്ചു. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഒരു ഡെയിലി റൂട്ടീൻ എടുത്തിട്ട് കുറേ ഡേയ്സ് ആയി. കുറേ ദിവസം നമ്മൾ വീഡിയോസ് ഇട്ടിട്ട്. അതെ, സൈക്കോട്ടിന് ഇവിടെ മടി പിടിച്ച് കിടക്കണേ ക്ലാസ്സിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ സൗണ്ടാണ് ഇടയ്ക്ക് ഞാൻ പോവില്ല എന്ന് പറയണത്. അപ്പോൾ സൈക്കോട്ടിന് ക്ലാസ്സിൽ പോയിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ മോർണിംഗ് തന്നെ എടുത്ത് വെച്ചു. അതാണ് കുറച്ച് സമാധാനം ഉണ്ടെന്ന് അല്ലേ ചെയ്യാ. ജോടെ മൈലാഞ്ചി കല്യാണമാണ്. ഇല്ല ജോ ഇന്ന് മൈലാഞ്ചി ഇടണ്ട. എനിക്കൊന്ന് നീ ആദ്യമായിട്ടല്ലേ മൈലാഞ്ചി ഇടണ? മൈലാഞ്ചി എന്നല്ലടാ മെഹന്തി എന്നൊക്കെ പറ. അപ്പൊ ജോ ഇന്ന് അത് ഇടാമോനാണ്. ഇട്ടിട്ടുണ്ടായിക്കുമ്പോ ഞാൻ ഇട്ടിട്ടില്ല. ഫസ്റ്റ് ടൈം അല്ല, കുഞ്ഞിലേക്ക് നമ്മളിങ്ങനെ വേഷക്കെട്ടിന് വേണ്ടി കയ്യിൽ അവിടെ ഇവിടെയൊക്കെ വരച്ച് വെക്കില്ലേ, ലൈക്ക് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. തരാൻ വേണ്ടിട്ട് ഇവിടെ ഒരാള് വരുന്നുണ്ട്. അപ്പൊ നമുക്കിത് ഗസ്റ്റ് ഉണ്ട് ഗൈസ്. അപ്പൊ സൈക്കോട്ടിന് നമ്മള് സൈക്കോട്ടൻ മോർണിംഗ് അങ്കൻവാടിയിലായതുകൊണ്ട് മോർണിംഗ് അവിടെ ഫുഡ് ഉണ്ട്, ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ട്, വൈകുന്നേരം ഫുഡ്. ഏറ്റവും ബെസ്റ്റ് സ്ഥലം എനിക്ക് തോന്നിയേക്കണം അങ്കൻവാടിയാണ്. അങ്കൻവാടി ഇവന്റെ അടുത്ത് പറഞ്ഞ അങ്കൻവാടി അങ്കനവാടി അല്ലേ, അങ്കനവാടി. അപ്പോൾ സൈക്കോട്ടൻ അവിടെ പോയിട്ടാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണത്. ഇവിടെ നിന്ന് ഒന്നും കഴിക്കാറില്ല. ഇവിടെ നിന്ന് ഞങ്ങളതാണ്, ഞങ്ങൾക്കൊരു സങ്കടം, ഒന്നും കൊടുക്കേണ്ടൊക്കെ എങ്ങനെയാണ്. അതുകൊണ്ട് ഞങ്ങൾ പാല് രാവിലെ സൈക്കോട്ടിന് കൊടുക്കും. ചില ദിവസങ്ങളിൽ സൈക്കോട്ടൻ കുടിക്കും, ചില ദിവസങ്ങൾ കുടിക്കില്ല. അപ്പോൾ ഒരു അങ്കനവാടി പോണ പാരൻസിന് അതൊരു വളരെ ആശ്വാസമാണ് ഈ അങ്കൻവാടിയിൽ ഫുഡ് കൊടുക്കുന്നത്. സൈക്കോട്ടിനെ എനിക്ക് തോന്നുന്നുണ്ട് വീട്ടിൽ കഴിക്കണേക്കാളും നന്നായിട്ട് കഴിക്കുന്നത് അവിടെ പോയിട്ടാണ്. സൈക്കോട്ടിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ടൈമാണ്. സോ ബിസി. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് ലഞ്ചിനുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യണം, കാരണം ഗസ്റ്റ് ഉണ്ടല്ലോ ഗൈസ്. അപ്പം നമ്മൾ ചിക്കൻ കറിക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ചിക്കൻ കറിയാണ് ഗൈസ്. ചിക്കൻ കറിയും ബീൻസ് തോരനുമാണ്. ഇത്ര ബീൻസിനെ ഗൈസ്. അപ്പോൾ ചൂടായോ? യെസ് ഗൈസ്. അപ്പോൾ സൈക്കോട്ടിന് വേണ്ടിയിട്ടുണ്ട് നമ്മളിന്ന് ചിക്കൻ കറിയും ബീൻസ് തോരനാണ് വെക്കുന്നത്. സൈക്കോട്ടിന് വേണ്ടി നമ്മൾ ചിക്കൻ വറുക്കാൻ വേണ്ടിയിട്ട് പെരട്ടി വറുത്തു, ടിഫിൻ ബോക്സിലാക്കി രാത്രിത്തേക്കുള്ള സെറ്റ് ചെയ്തു. രാത്രിത്തേക്കുള്ള സെറ്റ് ചെയ്ത് സൈക്കോട്ടിന് ചിക്കൻ കറിയൊന്നും കഴിക്കൂല. അപ്പോൾ രാത്രിത്തേക്ക് ചിക്കൻ വറുക്കാൻ വേണ്ടിയിട്ടുള്ളത് പെരട്ടി വെച്ചു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ ഈ ചിക്കൻ വറുത്ത എണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചത്. അപ്പോൾ എല്ലാവരും ഞാൻ ചട്ടിന്ന് കോരി എന്താണ് അതിലേക്ക് ഒഴിച്ചതെന്ന്. ചിക്കൻ വറുത്ത എണ്ണയാണ് അതിലേക്ക് ഒഴിച്ചത്. ചിക്കൻ ഇവിടെ നമ്മളിന്ന് പെട്ടെന്നുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നത്, കാരണം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മെഹന്തി ഇടാൻ വേണ്ടി പോയിരിക്കാൻ. പിന്നെ എനിക്ക് ഒന്നും ചെയ്യണ്ട ഗൈസ്, പിന്നെ എന്താ ചെയ്യാനുള്ളതല്ലേ. ആ ഗൈസ് സെറമോള് ഹായ് ഒക്കെ പറയും. ഹായ് പറഞ്ഞ സെറ ഹായ് പറയൂല. സെറമോള് ഇപ്പൊ ഇത്ര മതിയല്ലേ ചിക്ക്, ഇത്ര മാറ്റി വെച്ചാൽ മതിയല്ലേ ചെയ്യാൻ, നാളത്തേക്കും കൂടെ എടുക്കാലോ. നീ ഒന്നും മിണ്ടാടിപ്പോ. സോറി Johnny eating sugar, telling lies, open your mouth. ഗൈസ്, അപ്പോൾ നമ്മുടെ ലഞ്ചിലേക്കുള്ള പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞു. ബീൻസ് തോരൻ സെറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറിയാണ് ഗൈസ്. പിന്നെ സൈക്കോട്ടിന് ചിക്കൻ വറുത്താ കൊടുത്തത് ഗൈസ്. സൈക്കോട്ടൻ കറിയൊന്നും കഴിക്കില്ല. സൈക്കോട്ടൻ ഇപ്പം പോയുള്ളൂ ക്ലാസ്സിൽ. സൈക്കോട്ടൻ പോയി കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് സൈലൻ്റ് ആവും. സൈക്കോട്ടൻ പോണ വരെ അല്ലെങ്കിൽ സൈക്കോട്ടൻ ഇവിടെ ഉള്ള ദിവസമൊക്കെ എല്ലാവരും ഇങ്ങനെ ആയിരിക്കും നടക്കണം. മാറിക്ക് എനിക്ക് പണിയുണ്ട് എല്ലാവർക്കും പണിക്കണം. അവൻ ഭയങ്കര മേടായിരിക്കും അവനെ നോക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം രാവിലെ ആണെങ്കിലും രാവിലെ കുറച്ച് നേരം ഭയങ്കര ബിസി ആയിരിക്കും, കാരണം നമുക്ക് ചിലപ്പോൾ ഒന്നും ചെയ്യാണ്ടാവില്ല. അവനെ നമ്മളെ മുഴുവട്ടാക്കിയിട്ടുണ്ടാവും. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് ഇത് സാധനം മെഹന്തി ഇടലല്ലേ ചെയ്യാം. ഫസ്റ്റ് ടൈം ഇടണം കേസ്, എങ്ങനെയെന്ന് അറിയാൻ പാടില്ല. നമുക്ക് എന്തായാലും ഇട്ട് നോക്കാം. അപ്പൊ നമ്മൾ എല്ലാരും വിചാരിച്ചത് എന്താണ്, രാവിലെ ജോ ചിക്കനൊക്കെ വെച്ചത് ഗസ്റ്റിന് വേണ്ടിയിട്ടാണ്, ഒരിക്കലും അല്ല ജോന് പോവാൻ വേണ്ടിയിട്ടാണ്. ഇല്ല ഗൈസ് എൻ്റെ പണി കഴിഞ്ഞാൽ എനിക്ക് സ്വസ്ഥമായിട്ട് എന്തെങ്കിലും വേറെ കാര്യത്തിൽ എൻഗേജ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞാനിങ്ങനെ ചിക്കൻ വെച്ചിട്ടില്ലല്ലോ, ബീൻസ് വെച്ചിട്ടില്ലല്ലോ, അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഇപ്പം എന്ന് വെച്ചാൽ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. ഞാൻ വളരെ കൂളാണ്, സ്വസ്ഥമായിട്ടിരുന്ന് സേരനെ നോക്കാം. കുക്കിംഗ് കഴിഞ്ഞു. ഇപ്പം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. ഓൾമോസ്റ്റ് 11 o'clock ആയി അല്ലേ ചെയ്യാം. 11 o'clock ആയി. 11:30 ഓൾമോസ്റ്റ് ആവുന്നേരത്ത് കുട്ടിയോടെ എത്തുമെന്നാണ് പറഞ്ഞത്. ബാക്കി കുട്ടി വന്നിട്ടുള്ള വിശേഷങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാ പ്രൊഫൈൽ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം.
സൂപ്പറായിട്ട് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. ഗൈസ് അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് ഗസ്റ്റിനെ വെയിറ്റ് ചെയ്തിരുന്നിരുന്ന് എനിക്ക് ജോനെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാണ്ടി പറ്റും. ജോ ഇരുന്നിരുന്ന് വേരുറച്ചു. വേറെ നല്ല ആ കൊച്ചു വരാൻ കൊച്ചിന്നല്ല രാത്രി 1:40 എന്തോ ട്രെയിനിൽ കയറി പക്ഷെ ജോനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയും ജോ ഇന്നലെ രാത്രി 1:30 തൊട്ട് വെയിറ്റ് ചെയ്യണം. ആ മുടിയൊന്നും ഒതുക്കോ നന്നായിട്ടില്ലേ? അപ്പോ ഇന്ത്യൻ്റെ ഇവിടെ കുറ്റോട് പറയാൻ പറ്റുന്നത് ട്രെയിൻ നല്ലപോലെ ലേറ്റ് ആണ് ഗൈസ്. പവാ കൊച്ചി ഇപ്പം എത്തിയുള്ളൂ അല്ലേ? 11 o'clock 11:15 എന്തോ ആയപ്പോൾ സ്റ്റേഷനിൽ എത്തിയിട്ട് അവിടെ നിന്ന് ഇപ്പോൾ ബസ്സിനെന്തോ ആണെന്ന് തോന്നുന്നല്ലേ വേണ്ടത്. അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കണേണ്. അതും കഴിഞ്ഞിട്ടില്ല. കുട്ടിക്ക് 8ന്റെ പണിയാണ്. നമ്മുടെ തോപ്പടി പാലം അടച്ച കാരണം ഈ പാലത്തിലാണെങ്കിൽ നല്ല തിരക്കായി. ഇവർ പെരുന്നാളിൻ്റെ ദിവസങ്ങളും കൂടെ ആയതുകൊണ്ട് തിരക്കായിരിക്കും അല്ലേ? മോസ്റ്റ് ഓഫ് ഈ സമയത്തൊക്കെ തിരക്കാണിപ്പം. അപ്പോൾ ഇനി ആ ബസ് കയറിയിട്ട് ഇവിടെ എത്തുമെന്ന് അറിയത്തില്ല. നമ്മൾ മോർണിംഗ് തന്നെ നമ്മുടെ വർക്ക് കഴിഞ്ഞ്, കാരണം അന്ന് കഴിയുമ്പോൾ പോസ്റ്റർ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേഗം വർക്ക്. പക്ഷേ ഞങ്ങൾക്ക് നല്ല 8ന്റെ പോസ്റ്റാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വേറെ ഒന്നും ഇല്ലല്ലോ ചെയ്യാം, എല്ലാം കഴിഞ്ഞിരിക്കണേണ്. അത് പോസ്റ്റിംഗ് ഒന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രീ പ്ലാൻഡ് ആയിട്ട് ആരെങ്കിലും വരുമെന്നോ ഇത് നമുക്ക് നാളെ ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ മാത്രമേ നമ്മളെല്ലാം ഷെഡ്യൂളായിട്ട് നേരത്തെ ഞങ്ങളുടെ എല്ലാം കഴിയുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ലാഗടിച്ച് സമയം ഉണ്ടല്ലേ രാത്രി 10-11 വരെ അങ്ങനെ ഇരിക്കും. അപ്പം ഇപ്പം എല്ലാം കഴിഞ്ഞത് സയാനും പോയാലും പിന്നെ ഫുൾ ഫ്രീ ആണ്. സേറമോളായിട്ട് കുറച്ചു നേരം കളിച്ചു അല്ലേ? സേറമോളെ കളിച്ചില്ലേ അമ്മയും സേറയും? പറ വീഡിയോയിൽ പറ ഞാൻ കളിച്ചെന്ന് പറ. എമ്മാടി പാട്ട് പാടിക്കേ. എമ്മാടി 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 സേറമോള് പല്ല് അവളുടെ ഫീഡിങ് കാരണം അവൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരും പാരൻസിനും ഞാനല്ല ഒരു അഡ്വൈസ് അല്ല, അതൊരു ഇതായിട്ട് കൂട്ടിക്കോ. കുഞ്ഞുങ്ങളൊക്കെ ഉള്ള അമ്മമാരാണ് ഫീഡിങ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള അമ്മമാരാണ്. അതായത് കുഞ്ഞിന് ഞാൻ ഒരു 5 മാസം 6 മാസം മുമ്പ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്തില്ല, ഞാൻ കൊടുക്കും പാലൊരു 3-4-5 വയസ്സ് വരെ എന്നൊക്കെ വിചാരിക്കണ അമ്മമാരാണെങ്കിൽ ഫീഡ് ചെയ്യിപ്പിച്ച കുഴപ്പമില്ല, പല്ല് തേച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നൈറ്റ് ഒക്കെ ഫുൾ ടൈം മോർണിംഗ് നമ്മളിപ്പം ഫീഡ് ചെയ്യുമ്പോൾ അവർ വെള്ളം കുടിക്കും, അങ്ങനെ ഇടയ്ക്കെങ്കിലും അവിടെ വാഷ് ഔട്ട് ആയി പോകേണ്ട പോയ. ഇപ്പോൾ ഈവനിങ് നൈറ്റൊക്കെ ഫീഡ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ എന്തായാലും മോർണിംഗ് എണീറ്റ് വാഷ് ഔട്ട് ചെയ്ത് കൊടുക്കുക വായ, അല്ലെങ്കിൽ ബ്രഷിങ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കൈ വെച്ചിട്ടാണെങ്കിൽ ചുമ്മാ ഒന്ന് ആ ഫ്രണ്ടൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഞാൻ ചെയ്ത് കൊടുക്കത്തില്ലായിരുന്നു, ഇത് വളരെ ക്ലിയർ ആയിട്ട് പറയായിരുന്നല്ലോ. അതിൻ്റെ ഫലമായിട്ടാണ് ആ സമയത്തൊന്നും സേറെ ചോക്ലേറ്റ് ഒന്നും കഴിക്കില്ല. ഇപ്പോഴാണ് സേറെ ചോക്ലേറ്റ് കഴിച്ചു തുടങ്ങി. നല്ല പോലെ 4 പല്ലും കേടായി. എന്താണ് വിശേഷം? വളരെ സങ്കടത്തിലാണല്ലോ. ക്രിസ്മസ് അല്ലേ? ക്രിസ്മസ് എന്ന് പറയുമ്പോൾ വെച്ചാൽ 100 നാക്കാണ് പറയാൻ. ക്രിസ്മസ് കൊച്ചിയാണ് തുടങ്ങിയിട്ടുണ്ട്. കാരണം കൊച്ചി വൈബ് ചെയ്യാൻ ആഗ്രഹവും ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ് ജോ. ഐ ഡോണ്ട് ലൈക്ക് ബിക്കോസ് എന്താ ഇവിടെ ഉള്ളത്? എന്താണ് ഇവിടെ ഇല്ലാത്തത്? ഈ പ്രാവശ്യം ഒന്നുമില്ല, അത് സത്യമാണ്. ഈ പ്രാവശ്യം എല്ലാം ഉണ്ട്, വൈബ് ഓണാവണേ ഉള്ളൂ. ക്രിസ്മസ് എന്നുണ്ടെങ്കിൽ കൊച്ചിയാണ്. ആയിക്കോട്ടെ, പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുന്നേ. ആയിക്കോട്ടെ. ലോകത്തെ ഏറ്റവും വലിയ ട്രീ തുടങ്ങിയിട്ടുണ്ട്. ലോകത്തല്ല, ആ ട്രീ നിങ്ങൾ കാണണം. ട്രീനെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൈസ്. അപ്പോൾ നമ്മൾ രാവിലെ തൊട്ട് വെയിറ്റ് ചെയ്ത ഗസ്റ്റുകൾ എത്തിയിട്ടുണ്ട്. ഗസ്റ്റുകൾ എത്തിയിട്ട് കുറച്ച് നേരമായി. അവരാരൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം ഗൈസ്. അവിടെ ഇപ്പം ജോയും അവരുണ്ട് ഗൈസ്. നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ഗസ്റ്റൊക്കെ എത്തി ഗൈസ്. ട്രെയിനൊക്കെ ഡിലേ ആയിട്ട് നമുക്ക് വന്നു. അത്യാവശ്യം നല്ല പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെ, വന്ന പേര് അശ്വതിയും പിന്നെ ഹസ്ബൻഡാണ് ഹിരൺ. കോഴിക്കോടാണ്. മെഹന്തി വർക്ക്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് രാവിലെ ജോഡ ഞാൻ പറഞ്ഞ പോലെ തന്നെ ജോഡ മൈലാഞ്ചി കല്യാണം. അപ്പൊ ഇത്ര ആയിട്ടുണ്ട് വർക്കൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഗൈസ്. ആക്ച്വലി സ്റ്റാർട്ടിങ് ആണല്ലേ. കുറെ ഞാൻ ഡിസൈനിൽ നിങ്ങൾ കണ്ടു, എന്നൊക്കെ ഞാൻ വെച്ചു ഗൈസ്. ഉണ്ട് എന്നോട്. അതല്ല, അതങ്ങനെ ചെയ്യണം, ഡിസൈനിലുണ്ട്, അതുകൊണ്ടാണ്. ഇല്ല ഞാൻ സെലക്ട് ചെയ്തല്ലേ ഇത്. ഉണ്ടോ? ഞാൻ സെലക്ട് ചെയ്തേണു. സ്റ്റാർട്ട് ചെയ്തത് 1 o'clock സോ 4
4 o'clock പറഞ്ഞേക്കണേണ്ട നമ്മുടെ ടൈം ഇത് കംപ്ലീറ്റ് ചെയ്യണത്. സോ അത് കഴിഞ്ഞിട്ടുള്ള ടൈമാണ് എന്റെ യുഗം. കാരണം ഒരാളെത്തും, അത് കഴിഞ്ഞൊക്കെ എനിക്കിത് കീപ്പ് ചെയ്യാം. എത്രത്തോളം കീപ്പ് ചെയ്യാം, ഇത് മാക്സിമം മിനിമം എത്ര നേരം നമ്മളിത് നോക്കണം ഉണങ്ങാൻ വേണ്ടിയിട്ട്. ഇതിപ്പോ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത്രയും ആയല്ലോ. മിനിമം 4 hours, മാക്സിമം ഒരു 8 hours വരെയൊക്കെ ആണെങ്കിൽ പറയണത് നല്ല കളർ ഉണ്ടാവും എന്നാ പറയുന്നത്. പിന്നെ കെമിക്കൽസിന്റെ കാര്യം ഞാൻ ഈ കുട്ടി പറഞ്ഞപ്പോഴാണ് അറിയണത്. കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്തായിരിക്കും കടയിൽ നിന്ന് ഒരുപാട് കിട്ടുന്നത്. അങ്ങനത്തെയൊക്കെ വാങ്ങിച്ചിട്ട് ഇടുമ്പോൾ കുറെ കെമിക്കൽസിന്റെ വേറെ സൈഡ് എഫക്ട്സ് ഉണ്ടാകും. അത് മാത്രമല്ലാണ്ട് ഈ കളർ ചേഞ്ചിന്റെ കാര്യം അല്ലേ, കളർ ചേഞ്ച് മീൻസ് അതിങ്ങനെ ഉണങ്ങിയിട്ട് പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് കളർ വരും. ഗ്രാജുവൽ ആയിട്ട് വരിക ചെയ്യാം. എല്ലാവർക്കും നല്ലത് എന്തായാലും ഇങ്ങനെ യൂസ് ചെയ്യണതാണ്. അതന്നെ, ഓർഗാനിക് ആയിട്ടുള്ള യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പിന്നെ കേരളത്തില് എല്ലായിടത്തും വന്ന് വീട്ടിൽ വന്ന് ചെയ്ത് കൊടുക്കുന്ന പറയണേ അല്ലേ. അപ്പൊ എന്തായാലും DM ചെയ്യുക ആവശ്യമുള്ളവരെല്ലാവരും തന്നെ. ഫസ്റ്റ് അറ്റംപ്റ്റാ. കുഞ്ഞിലേക്ക് നമ്മളിങ്ങനെ വെറുതെ വരച്ച് സ്വന്തം കളിച്ചിട്ടുണ്ട്. അല്ലാണ്ട് ഇങ്ങനെ ഇത്ര സൂപ്പർ ആയിട്ടൊന്നും ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനെ വേറെ ഈ ബ്രൈഡൽസിന്റെ ഒക്കെ കാണാൻ നേരത്തെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇട്ടാൻ നല്ല രസം ഉണ്ടാവും. ഇഷ്ടല്ലല്ലേ ഇങ്ങനെ ഇഷ്ടമല്ലാന്നല്ല, ഇങ്ങനെ ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഇതിന്റെ ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു വെയിറ്റിംഗ് ടൈം ഉണ്ടല്ല, അതാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്. എനിക്ക് ഇഷ്ടമായി. ഞാൻ വിചാരിച്ചോണ്ടെന്ന് വെച്ചത് ഇത് നന്നായിട്ട് വരക്കാൻ പറ്റുന്ന ആളുകൾക്ക് മാത്രം മെഹന്തി ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അശ്വതി പറഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് അല്ലാത്തവർക്കും ഇത് ചെയ്യാന്ന് പറയണം. ഇത് ഓരോ ഡിസൈൻസിനും ഓരോ ഇതുണ്ടെന്ന് തോന്നുന്നു അല്ലെ, ഓരോ സ്ഥലത്ത് വരക്കണതും ഈ കേർവും ലൈൻസ് ഒക്കെ. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ഒറ്റക്ക് ഉണ്ടാക്കുന്നേ. അത് ഇവൻ കടയിൽ നിന്നും മേടിച്ചതല്ല ഈ ചെയ്യുന്നത്, അല്ലെ പ്രിപ്പയർ ചെയ്യണം. വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന ഓർഗാനിക് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന കോണാണ്. സോ കുറെ ബെനിഫിറ്റ് ഉണ്ടല്ലേ. ബ്രൈഡലിനൊക്കെ ഇതന്നെ യൂസ് ചെയ്യുക, തീരെ കെമിക്കൽ കോൺ യൂസ് ചെയ്യില്ല. ഒരു പ്രാവശ്യം ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും കെമിക്കൽ കോൺ യൂസ് ചെയ്യാൻ കഴിയൂല. ഡിഫറൻസ് നല്ലോണം ഫീൽ ചെയ്യും. ആ കെമിക്കൽസ് അല്ല ഈവൻ നമ്മള് പുറത്തുനിന്ന് മേടിച്ചാൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിങ്ങനെ പൊളിഞ്ഞാ പോകുന്നേ കഴിയുമ്പോ. ഇത് പൊളിഞ്ഞു പോകില്ലെന്ന് പറയണേ, കളർ ബ്ലറായി ഫെയ്ഡ് ആയി പോകും. കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഓർഗാനിക് ആയിട്ടുള്ളത് യൂസ് ചെയ്യണേ ഏറ്റവും നല്ലത്. അടുത്തൊരു ന്യൂസ് കണ്ടില്ല, റീലായിട്ട് വന്നത് മെഹന്തി ചെയ്തിട്ട് കെമിക്കൽ കോൺ യൂസ് ചെയ്ത് സ്കിൻ ഒന്നായിട്ട്. ആണല്ലേ, ഞാൻ കേട്ടില്ല. ഇത് കോഴ്സ് ചെയ്തിട്ടല്ലേ? പ്രൊഫഷണൽ കോഴ്സ്, സെൻട്രൽ ഗവൺമെന്റിന്റെ സർട്ടിഫൈഡ് ആയിട്ടുള്ള മെഹന്തി ആർട്ടിസ്റ്റ് ആണ് ആക്ച്വലി അല്ലേ. ഗൈസ് അപ്പം മണി 3:15 ഞാൻ സൈക്കോട്ടിനെ വിളിക്കാണ്ടി പോണേണ്. ജോ ഭക്ഷണം കഴിക്കാനാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ജോയുടെ മെഹന്തി കഴിഞ്ഞു എന്ന്. പക്ഷെ കണ്ടില്ല, ഇനി ഈ കൈയും കൂടി ജോന് ബ്രേക്ക് ഉണ്ട്. അതിപ്പോൾ ജോന് ലഞ്ച് ബ്രേക്ക് ആയതുകൊണ്ട് ലഞ്ച് ബ്രേക്കാണ്, അതേപോലെ സ്കൂൾ പോലെ തന്നെ. ഓക്കെ, അപ്പം അത് കഴിഞ്ഞിട്ട് ഇനി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇനി ജോ വീണ്ടും ഇരിക്കും ഇതേപോലെ. ജോൻ ഇന്നാണ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ റെസ്റ്റ് കിട്ടിയ ദിവസം. ഓക്കെ, അപ്പം ഞാൻ സൈക്കിളിനെ വിളിച്ചിട്ട് വരാം. നമ്മളെ വർക്കൊക്കെ കഴിഞ്ഞ് ജോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത്. നമ്മുടെ മെഹന്തി ആർട്ടിസ്റ്റ് പോവാണ് കേട്ടോ. അതെ, എല്ലാവർക്കും ഒരു ബായ് പറഞ്ഞേക്ക്. ശരി ശരി. യെസ് ഗൈസ്, അങ്ങനെ കാത്തിരിപ്പിന് വിരാമം. അങ്ങനെ ജോന് മടുത്തു. അതായത് സംഭവം ജോന് ഇഷ്ടപ്പെട്ടെങ്കിലും ജോനിങ്ങനെ ഒന്നും ചെയ്യാണ്ടിരുന്നിട്ട് കൈവറക്കാൻ തുടങ്ങി. അതെ, ഒന്നും ആക്ച്വലി എനിക്ക് പട്ടുപിടിക്കണം. സോ ഞാൻ എന്തേന്ന് വെച്ചാൽ അല്ല പട്ടുപിടിക്കണമെന്നല്ല, ആക്ച്വലി ഷീ മേക്ക് ഇറ്റ് വെരി നല്ല സൂപ്പർ ആയിട്ട് ചെയ്തു തന്നിട്ടുണ്ടല്ലേ ചേ. നല്ല സൂപ്പർ ആയിട്ട്. ഈവൻ ഒരു സ്റ്റാർട്ടർ ആയേക്കണേന്റെ ഒരു ഇതും ഇല്ല അല്ലെ, നല്ല സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്.
സോ എന്തെങ്കിലുമൊക്കെ ബ്രൈഡലിന് മാത്രമല്ല, ഈവൻ മെഹന്തി അടിക്കാനൊക്കെ മെഹന്തി യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ എന്തായാലും കോണ്ടാക്ട് ഹെർ. ക്ഷമയുള്ള ആൾക്കാർ ചെയ്യുക. ഇത് കുറേ ടൈം എടുക്കും. അതാണ് ഏറ്റവും അട്രാക്ഷൻ അല്ലേ. അഫോർഡബിൾ റേറ്റിനാണ് ചെയ്യുന്നത്. അത്യാവശ്യം മെഹന്തി റൈറ്റിങ്ങിനൊക്കെ നല്ലൊരു കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. പിന്നെ എല്ലാ ഫംഗ്ഷൻസിനും ഇപ്പൊ ഹിന്ദു ആണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും ഇതൊക്കെ ഇപ്പൊ ഒരു ട്രെൻഡാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൊരു സംഭവം. അപ്പം സോ കോണ്ടാക്ട് ഹെർ. ഞാൻ എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വീണ്ടും പറയാണ്. ഓക്കെ, സോ ഞാൻ റിമൂവ് ചെയ്തിട്ട് ഇതിന്റെ പിന്നെ ഒരു കാര്യം വെച്ചാൽ റിമൂവ് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ ഇത് നല്ലൊരു കളർ ഉണ്ടാവണം എന്നില്ല. 24 hours ആണ് നമുക്ക് ടൈം പറഞ്ഞേക്കണത്. കാരണം ഇതൊരു ഓർഗാനിക് ആയിട്ടാണ് അവർ ചെയ്യണത് അല്ലേ. ഓർഗാനിക് കെമിക്കൽ ഈവൻ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കോണാണെങ്കിൽ വേഗം തന്നെ കളർ വരും. പക്ഷേ ആ കളർ പോകാനും കുറച്ച് നേരം മതി. ഇങ്ങനെ പൊളിച്ചാണ് അവർ നമുക്ക് കളയാൻ പറ്റും, ഒരു 2 days ഒക്കെ കഴിയും. പക്ഷേ ഓർഗാനിക് ആയതുകൊണ്ട് ഫെയ്ഡായി പോകുള്ളൂ. കളർ വരാനും 24 hours കഴിയുമ്പോൾ നല്ല കളറായിട്ടുണ്ടാവും. ഒരു ഫംഗ്ഷൻ ഇപ്പം നാളെയാണ് ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു അല്ലേ ഒരു ദിവസം മുമ്പ് ഇടുവാണെങ്കിൽ നല്ല കളർ ഉണ്ടാവും, നല്ല ഭംഗി ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. സോ പിന്നെ കുട്ടികൾക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഇത് തന്നെ ചെയ്യുക, ഓർഗാനിക് തന്നെ ചെയ്യുക. അപ്പം നമുക്ക് റിമൂവ് ചെയ്യാം. ഡെഫിനറ്റ്ലി അത് വേറെ കാര്യം. ഡയറക്റ്റ് വെള്ളത്തിൽ പോയി കഴുകരുത്. ഇങ്ങനെ ഓയിൽ ഇട്ടിട്ട് ഒരു 1 hour ഫുൾ ഓയിൽ ഇട്ടിട്ട് റിമൂവ് ചെയ്തിട്ട് ആ 1 hour അത് അങ്ങനെ തന്നെ നിൽക്കുക. അതിന് ആഫ്റ്റർ ആണ് വെള്ളം നനക്കുക. നമ്മൾ എത്രത്തോളം നമ്മൾ വെള്ളം നനക്കാണ്ട് ഈ ഒരു 24 hours കീപ്പ് ചെയ്യുന്നോ അത്രത്തോളം ഇത് ഉണ്ടാവും. പിന്നെ ഇത് വാക്സ് ഒക്കെ ചെയ്തിട്ട് ചെയ്യണമെങ്കിലായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം ഇപ്പം നല്ലപോലെ ഹെയറൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അത്രയും കളർ ഉണ്ടാവില്ല വാക്സ് ചെയ്യാണ്ട് ചെയ്യുമ്പോൾ. അതെൻ്റെ അടുത്ത് അശ്വതിയാണ് ഫസ്റ്റ് ടൈം പറയണത്. നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ഇട്ടതാണിത്. പക്ഷേ നോക്കണ്ട, നാളെ ഡബിൾ കളർ ആകുമെന്ന് എനിക്ക് ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ട് അശ്വതി. ഇത് നല്ല കളർ. ഇത് ഫസ്റ്റ് ചെയ്തതാ. അത് കാണുന്നുണ്ട്. ഇത് രസമല്ലേ കളർ വന്നിട്ട്. ഇങ്ങനെയാണോ ഗൈസ് മെഹന്തി റിമൂവ് ചെയ്യണത്? എണ്ണയിട്ടിട്ട് ഇങ്ങനെ ചൊറിഞ്ഞൊക്കെയാണ് കളയണത്. എനിക്കറിയില്ല. കമന്റ് ബിലോ. ഫസ്റ്റ് ടൈം ആണല്ലോ അതിന്റെ. അശ്വതി ഇത് കണ്ടിട്ട് ഫോൺ വിളിച്ചോണ്ട് പറയണം ഇങ്ങനെയല്ലായിരുന്നു കളയണ്ടേന്ന്. നല്ല രസമുണ്ടല്ലേ. ജോനിന് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ എല്ലാ മാസം അശ്വതി ഇവിടെ വരും. ഇത് അത്രയും അങ്ങോട്ട് ഇതായിട്ടില്ല. ജോനെ ഇത് ഇഷ്ടമായി, പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എത്ര നേരം വേണേ നിന്നാനേ. അല്ല ക്ഷമയൊക്കെ എനിക്ക് നല്ലപോലെ ഉണ്ട്. അത് ഇന്ന് എനിക്ക് മനസ്സിലായിരുന്നു. ജോ മഹാലമ്പാണ് എന്റെ കളസ് കൊടുത്ത ഗൈസ് തൂക്കണത്. എന്റെ പുത്തൻ അഡിദാസിന്റെ കളസ് ഇല്ല ഗൈസ്. അഡിദാസിന്റെ കളസ് ഒന്നും ബ്രാൻഡ് പോലും ഇല്ല. പാന്റ് മുറിച്ച് കളസ് നോക്കിയത് അതാണ് കാലം. എന്നിട്ട് ഇപ്പോഴും അങ്ങനെയാണ് ജീവിക്കണത് തമ്മില്. ഇത് കണ്ട ഗൈസ്, പാന്റ് മുറിച്ച് കളസ് നോക്കിയതാണ്. 5 വർഷം പാന്റ് യൂസ് ചെയ്ത് ഇപ്പൊ 3ാമത്തെ വർഷമാണ് അത് നിക്കറായിട്ട് യൂസ് ചെയ്തത്. മാക്സിമം യൂട്ടിലൈസേഷൻ ആണ്. ഇതിനൊക്കെ ഒന്ന് കൊല്ല വിളിക്കാനാണ് ഈ നിക്കറിന്. എന്നിട്ടാണ് പറയണത് അഡിഡാസ്.